കാറ്റത്ത് കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിലെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷും ടെൻഷനോടെ ഇരിക്കണ അച്ഛനെ ശ്രദ്ധിച്ച് അച്ഛാ സോറി വാ കഴിക്കാമെന്ന് പറഞ്ഞു വിളിക്കേ, നീ കഴിക്കാൻ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് കണ്ണ് നിറഞ്ഞു നോക്കിയിരിക്കുക അച്ഛനും. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് സുഭാഷും കഴിക്കാൻ തുടങ്ങുക. ആ കാഴ്ച കണ്ട് നിറഞ്ഞു വന്ന തന്റെ കണ്ണുനീർ അച്ഛനും തുടയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി തുടങ്ങുക. രാത്രി സുഭാഷ് ഏട്ടൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഉറങ്ങാതെ കാവലിരിക്കുക ഹരീഷ്. പിന്നീട് അവൻ മൊബൈലിൽ സമയം നോക്കി സുധീഷിനെ വിളിച്ചുണർത്തുകയാണ്. സുധീഷ് എഴുന്നേറ്റിരുന്ന് നീ കിടന്നോ എന്ന് അവനോടായി പറയുമ്പോഴേക്കും അവൻ കിടക്കുകയാണ്. അപ്പോഴാണ് നിധി അങ്ങോട്ട് വന്ന് ഓക്കെ ആണോന്ന് തലയാട്ടി ചോദിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാമെന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ആശ്വാസത്തോടെ നിധി തന്റെ റൂമിലേക്ക് പോവുകയാണ്. രാവിലെ ആവുമ്പോൾ സുഭാഷ് ഏട്ടൻ അടുക്കളയിൽ ജോലി തിരക്കില്ല. നിധി ഹാളിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുഭാഷ് ഏട്ടൻ എവിടെ പോയി എടുത്തിയെന്ന് ചോദിച്ചുകൊണ്ട് നികേഷ് എഴുന്നേറ്റ് വരുന്നത്. ഞാൻ ഇവിടെ തന്നെയുണ്ട്, എവിടെയും പോയില്ലെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനും ഡൈനിങ് ഹാളിലേക്ക് വരികയാണ്. സുഭാഷ് നിധിയോടായി പറയുന്നുണ്ട്, മോളെ നിധി, ഇവൻ രാത്രി മുഴുവനും ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ എനിക്ക് കാവലിരിക്കുകയായിരുന്നു. കണ്ണ് പൊട്ടിക്കിടന്നാലും ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നുവെന്ന് സുഭാഷ് ഏട്ടൻ നികേഷിനോടായി പറയേ നികേഷും പറയുന്നുണ്ട്. ഞാൻ മാത്രമല്ല സുഭാഷ് ഏട്ടാ, ഈ വീട്ടിൽ ആരും ഉറങ്ങിയിട്ടില്ല. സുഭാഷ് ഏട്ടൻ എഴുന്നേറ്റ് പോകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു എല്ലാവർക്കും എന്ന്. ഞാൻ അങ്ങനെ ഇനി എഴുന്നേറ്റ് പോവാനൊന്നും പോകുന്നില്ല എന്ന് സുഭാഷ് പറയുമ്പോഴാണ് പുറത്തു പോയ സുധീഷും ഹരീഷും അങ്ങോട്ട് കയറി വരുന്നത്. സുഭാഷ് ഏട്ടാന്ന് നീട്ടി വിളിച്ചുകൊണ്ട് സുധീഷും തന്റെ കയ്യിലുള്ള കവർ കാണിച്ചു പറയുകയാ, ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി മുഴുവൻ വാങ്ങിയിട്ടുണ്ട്. ഇനി സുഭാഷ് ഏട്ടൻ പച്ചക്കറി വാങ്ങാനൊന്നും പോവേണ്ട ആവശ്യമില്ലെന്ന്. നിങ്ങളിപ്പോ ഇതെന്തിനു വാങ്ങിക്കൊണ്ട് വന്നെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഇനി കടയിൽ പോവാന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ഹരീഷും പേടിയോടെ ചോദിക്കുകയാ. ഒന്ന് ചുമ്മാതിരിക്കടാ, വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നവരെ വഴക്ക് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോവാനായി തുടങ്ങുമ്പോഴേക്കും സുധീഷും പറയുന്നുണ്ട്, അവൻ ചുമ്മാ തമാശ പറഞ്ഞതാ സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടൻ ടയേർഡ് ആയതുകൊണ്ടാ ഞങ്ങൾ വാങ്ങിയിട്ട് വന്നതെന്ന് ഹരീഷ് അപ്പോഴേക്കും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഈ വീട് വിട്ടു പോയ സമയത്ത് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടന്നു എന്ന് ഹരീഷ് പറയേ. അതെന്താന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. സുഭാഷ് ഏട്ടനെ കാണാനില്ലെന്നറിഞ്ഞ് ഞങ്ങൾ മാത്രമല്ല വേറൊരാളും കൂടി ടെൻഷനായി. ആരാണെന്ന് അറിയാമോ എന്ന് ഹരീഷ് ചോദിക്കേ. അച്ഛനല്ലേ. അച്ഛനും എന്നെ കാണാതെ ടെൻഷനോടെ എല്ലായിടത്തും തിരഞ്ഞു നടന്നത് ഞാൻ അറിഞ്ഞുവെന്ന് സുഭാഷ് ഏട്ടനും പറയുകയാണ്. അച്ഛനല്ല, ഇത് വേറൊരാളാ എന്ന് ഹരീഷ് പറയേ. സുഭാഷ് സംശയത്തോടെ നിൽക്കുകയാ. സുഭാഷ് ഏട്ടൻ എത്ര ഗസ് ചെയ്താലും ആ പേര് വായിൽ നിന്ന് വരില്ലെന്ന് നികേഷും പറയുകയാണ്. അങ്ങനെ എന്നെ തേടി നടന്ന ആ ഒരാൾ ആരാണെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനെ കാണാനില്ലെന്നറിഞ്ഞ് നമ്മുടെ വല്യച്ഛനും അമ്മായിയും വിവരങ്ങൾ അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തിയിരുന്നു എന്ന് നികേഷ് പറയേ. ഞാൻ സസ്പെൻസായി പറയാനിരുന്നതല്ലേ, നീ എന്തിനാ അത് പൊട്ടിച്ചെന്ന് ഹരീഷും ചോദിക്കുകയാ. നിധിയും പറയുന്നുണ്ട്, അവർ പറഞ്ഞത് സത്യമാണ്. രണ്ടുപേരും ഇവിടെ വന്നിരുന്നു. വീടിനകത്തേക്ക് കയറിയിരുന്ന് സുഭാഷ് ഏട്ടൻ എന്തു പറ്റി, എന്താ പ്രശ്നമെന്നൊക്കെ ചോദിച്ചിരുന്നു എന്ന് നിധി പറയുന്നത് കേൾക്കെ. സത്യമാണോ മോളെ ഈ പറയുന്നത് എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. സത്യമായും സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനെ കുറിച്ച് അത്രയധികം ടെൻഷനോടെയാണ് അവർ ചോദിച്ചത്. സുധീഷും പറയുന്നുണ്ട്, ഞങ്ങളിൽ ആരെങ്കിലും കാണാതായിരുന്നെങ്കിൽ അവർ വരില്ലായിരുന്നു. സുഭാഷ് ഏട്ടൻ ആയതുകൊണ്ടാ അവർ വന്നത്. അത്രയ്ക്കും ടെൻഷനിലായിരുന്നു അവർ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്, എങ്ങനെയായാലും വേണ്ടില്ല, നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായപ്പോ അവർ വന്നില്ലേ. എത്ര വർഷമായി അങ്ങനെയൊന്നും നടക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. അവരിങ്ങോട്ട് വരാത്തത് കാരണം എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ. അവർ വന്നുവെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുവെന്ന് സുഭാഷ് ഏട്ടനും സന്തോഷത്തോടുകൂടി പറയുകയാ. നിധിയും പറയുകയാ, സുഭാഷ് ഏട്ടൻ ഇനി വീട് വിട്ടു പോകണമെന്നുള്ള തീരുമാനമൊന്നും എടുക്കരുത്. ഞങ്ങളെല്ലാം എന്തുമാത്രം വിഷമിച്ചുവെന്ന് അറിയാമോ എന്ന് നിധി ചോദിക്കേ. ഇല്ല മോളെ, ഇനി ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല. നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാകരുതെന്ന എന്റെ ആഗ്രഹം. ഞാൻ കാരണം നിങ്ങൾക്ക് പ്രയാസമായെന്നറിയുമ്പോൾ അത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇനി ഞാൻ ഉറപ്പായും അങ്ങനെയൊന്നും ചെയ്യില്ല. എങ്കിലും ആ ജോത്സ്യർ പറഞ്ഞില്ലേ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് അനിയന്മാർക്ക് ദോഷമുണ്ടാക്കുമെന്നൊക്കെ. എല്ലാം കൂടി ഓർത്തപ്പോ പേടിയായി. ഇപ്പോഴും അതോർക്കുമ്പോൾ പേടി തോന്നുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. നമ്മൾ എന്തു ചെയ്യാനാ എന്ന് സുധീഷും. ഞാൻ നിങ്ങളിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്നതല്ലേ ശരി എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. സുധീഷും പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ എവിടെയും പോകണ്ട. ആ ജോത്സ്യൻ പറഞ്ഞതോർത്തല്ലേ സുഭാഷ് ഏട്ടന്റെ വിഷമം. അയാൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഞാൻ സുഭാഷ് ഏട്ടന് കാണിച്ചു തരട്ടെ എന്ന് സുധീഷ് ചോദിക്കേ. അതെങ്ങനെ പറ്റുമെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കേ. ഹരീഷും പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഞങ്ങൾ 4 ജോത്സ്യന്മാരെ വിളിച്ചുകൊണ്ടുവരാം. അവരെ കൊണ്ട് സുഭാഷ് ഏട്ടന്റെ ജാതകം നോക്കാം. അവർ 4 പേരും ഒരുപോലെ പറയുകയാണെങ്കിൽ സുഭാഷ് ഏട്ടൻ വീട് വിട്ടു പോയിക്കോ എന്ന് ഹരീഷ് പറയേ. അതെ സുഭാഷ് ഏട്ടാ, അപ്പൊ സുഭാഷ് ഏട്ടൻ വീട് വിട്ടു പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തടയില്ലെന്ന് സുധീഷും.
പക്ഷേ അവരാ ദോഷം പറഞ്ഞില്ലെങ്കിൽ സുഭാഷേട്ടൻ ഞങ്ങൾ പറയുന്നതും കേട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് സുധീഷ് പറയേ നികേഷും പറയുന്നുണ്ട്. സുഭാഷേട്ടാ, 4 ജ്യോത്സ്യരും ഒരുപോലെ പറയുകയാണെങ്കിൽ ഞാനും സുഭാഷേട്ടന്റെ കൂടെ വരാം. നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാം. എനിക്ക് കല്യാണമായില്ലെങ്കിലും കുഴപ്പമില്ല എന്നവൻ പറയുന്നതുകൾക്ക് സുഭാഷേട്ടനും പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയാതെ നികേഷേ, അങ്ങനെ എന്തെങ്കിലും നടന്നാലോ എന്ന് ഓർത്താ ഞാനും പേടിച്ചു പോയത് എന്ന് സുഭാഷേട്ടനും പറയുന്നുണ്ട്. അത് വീട് സുഭാഷേട്ട, ആദ്യം ഞങ്ങൾ ജ്യോത്സ്യരെ കൂട്ടിക്കൊണ്ടുവരാം. അവരും സുഭാഷേട്ടന്റെ ജാതകത്തിൽ പെൺദോഷമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളുടെ കല്യാണം നടക്കാത്തതെന്നൊക്കെ പറയുകയാണെങ്കിൽ സുഭാഷേട്ടന് ഉചിതമായ തീരുമാനമെടുക്കാം. അതല്ലാതെ 4 പേരും വേറെ വേറെ കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ ഈ സംസാരം ഇവിടെ നിർത്തിക്കോണം. ഇക്കാര്യത്തെക്കുറിച്ച് ഇനി ഇവിടെ സംസാരിച്ചു പോവരുത് എന്ന് ഹരീഷ് തീർത്തു പറയാം. നിധിയും പറയുന്നുണ്ട്. സൂപ്പർ, കറക്റ്റാണ് സുഭാഷേട്ട. ആ ജ്യോത്സ്യർ പറഞ്ഞതുപോലെ നടക്കുമോന്നല്ലേ സുഭാഷേട്ടന്റെ ഭയം. അവർ 4 ജ്യോത്സ്യന്മാരെ കൊണ്ടുവരട്ടെ, അപ്പോൾ സുഭാഷേട്ടനും ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ. എന്തു പറയുന്നു സുഭാഷേട്ട എന്ന് നിധി ചോദിക്കേ. ഒരു നിമിഷം ആലോചിച്ച് തനിക്ക് ഓക്കെയാണെന്ന് സുഭാഷ് സമ്മതിക്കുകയാണ്. താനിപ്പോൾ തന്നെ ഓഫീസിലേക്ക് വിളിച്ച് ലീവ് പറയുകയാണെന്നും സുഭാഷേട്ടന്റെ കൺഫ്യൂഷൻ തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂവെന്നും നിധിയും പറയുന്നു. സൂപ്പർ, എങ്കിൽ ഞങ്ങൾ പോയി ജ്യോത്സ്യരെ കൊണ്ടുവരാമെന്ന് സുധീഷ് പറയേ സുഭാഷേട്ടനും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കള്ളത്തരമൊന്നും കാണിക്കരുതെന്ന്. എന്താ സുഭാഷേട്ട, സുഭാഷേട്ടന്റെ കാര്യത്തിൽ ഞാൻ സത്യം മാത്രമേ ചെയ്യൂ, ഒരു കള്ളത്തരവും കാണിക്കില്ലെന്ന് സുധീഷ് പറയേ. ഞാൻ കൂടെയുണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന് ഹരീഷും പറയുകയാണ്. എന്താടാ ഹരീഷേ, ഞാൻ വല്ല ഗുലുമാലും ഒപ്പിക്കുമെന്നാണോ നീ പറയുന്നത് എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷ് ഏട്ടൻ ഗുലുമാലൊപ്പിക്കുന്നതിൽ മിടുക്കനാണല്ലോ എന്ന് ഹരീഷും പറയുകയാണ്. സുഭാഷ് ഏട്ടാ, ഞാൻ ഒരു കള്ളത്തരവും കാണിക്കില്ല, വി വിൽ ബി ബാക്ക് എന്ന് പറഞ്ഞ് ഹരീഷിനെയും വിളിച്ചോണ്ട് പോവുകയാ സുധീഷ്. നിധിയും സുഭാഷ് ഏട്ടനോടായി പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, ഇത് തീർച്ചയായും ഒരു സൂപ്പർ ഐഡിയ ആണ്. എനിക്ക് ഈ ജാതകത്തിലും ജ്യോത്സ്യത്തിലും ഒന്നും ഒരു വിശ്വാസവുമില്ല. ഇന്ന് സുഭാഷ് ഏട്ടനും അത് മനസ്സിലാവും, നോക്കിക്കോ എന്ന് നിധി ചിരിയോടെ പറയെ. സുഭാഷും ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് സുധീഷും ഹരീഷും 4 ജ്യോത്സ്യന്മാരെയും കൂട്ടി കിളിക്കൂട്ടിലേക്ക് എത്തുകയാണ്. ഉമ്മറത്തിരിക്കായിരുന്ന അച്ഛനും അവരെല്ലാം കണ്ട്, എന്താ വീട്ടിൽ വല്ല ഗണപതി ഹോമവും നടക്കുന്നുണ്ടോ, ഇത്രയധികം ജ്യോത്സ്യന്മാരെയും കൂട്ടി വന്നിരിക്കുന്നു എന്ന് ചോദിക്കേ. അതൊന്നുമില്ല, ഇവരെ 4 പേരെയും കൊണ്ടുവന്നിരിക്കുന്നത് സുഭാഷേട്ടന്റെ സംശയങ്ങൾ തീർക്കാനാണെന്ന് സുധീഷ് പറയുക. എന്നുവെച്ചാ എന്നച്ഛൻ ചോദിക്കേ. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, വേണമെങ്കിൽ അകത്ത് വന്ന് കാണ്, വരുന്നതൊക്കെ കൊള്ളാം, ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് സുധീഷ് പറയേ. നിങ്ങൾ പോയെല്ലാം സെറ്റാക്ക്, ഞാൻ വന്നേക്കാമെന്ന് അച്ഛനും. സുധീഷും ഹരീഷും ആ 4 പേരെയും കൂട്ടി ഹാളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന സുഭാഷേട്ടനെ അവർക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് സുഭാഷേട്ടൻ, സുഭാഷേട്ടന്റെ ജാതകമാണ് നിങ്ങൾ 4 പേരും നോക്കേണ്ടത് എന്നവരോടായി പറഞ്ഞ്, സുഭാഷേട്ടാ, ഇവരെല്ലാം പ്രശസ്തരായ ജ്യോത്സ്യരാണെന്ന് സുഭാഷേട്ടനും അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് സുധീഷ്. പിന്നീട് സുധീഷ് അവരോടായി പറയുന്നുണ്ട്, ഓരോരുത്തരും തനിയെ ജാതകം നോക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുമൊരു കാരണമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, പുറത്തു പോയിരിക്കെ, ഞങ്ങൾ ഓരോരുത്തരെയായി വിളിക്കാം എന്ന് പറഞ്ഞ് നികേഷിനോടായി അവരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുത്തി അവർക്കായി കരുതി വെച്ച ജ്യൂസ് എടുത്തു കൊടുക്കാനായി പറയുകയാണ്. നികേഷ് അവരെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോഴേക്കും സുധീഷ് സുഭാഷ് ഏട്ടന്റെ ജാതകമെടുത്ത് പൂജാ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാനായി പറയുന്നു. സുഭാഷ് പ്രാർത്ഥിക്കാനായി പോകുമ്പോഴേക്കും നിധിയും സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്, എന്തിനാ അവരെ 4 പേരെയും വെയിറ്റ് ചെയ്യാനായി പറഞ്ഞു വിട്ടതെന്ന്. അതല്ല നിധി, ജാതകം നോക്കി ഒരാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അക്കാര്യങ്ങൾ ഫോളോ ചെയ്തേ ബാക്കിയുള്ളവരും പറയും. ഓരോരുത്തരെയും തനിച്ച് വിളിക്കാൻ വേണ്ടിയാ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അത് കേൾക്കെ സ്മാർട്ടാണല്ലോ എന്ന് നിധിയും അവനെ അഭിനന്ദിക്കുകയാണ്. അല്ല, 4 പേരും ഒരുപോലെ പറഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് നിധി ചോദിക്കുക. പറഞ്ഞാൽ എന്തു ചെയ്യാനാ, മൊത്തം കയ്യിന്ന് പോകും. സുഭാഷേട്ടനെ പറഞ്ഞു സമാധാനിപ്പിക്കാൻ ഭയങ്കര പാടാവും. അങ്ങനെയൊന്നും നടക്കാതിരിക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് സുധീഷ് കൈകൂപ്പുക. പ്രാർത്ഥന കഴിഞ്ഞ് സുഭാഷേട്ടൻ ജാതകമായി വരുമ്പോഴേക്കും അച്ഛനും അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഒരു ജ്യോത്സ്യനോട് അകത്തേക്ക് വരാനായി സുധീഷ് നികേഷിനെ വിളിച്ചു പറയുകയാണ്. ഒരു ജ്യോത്സ്യൻ അകത്തേക്ക് വന്നിരിക്കുമ്പോഴേക്കും സുധീഷ് സുഭാഷിനെ കൊണ്ടുതന്നെ അവന്റെ ജാതകം കുടിപ്പിക്കുക. അദ്ദേഹം ജാതകം നോക്കുമ്പോഴേക്കും എല്ലാവരും ടെൻഷനോടെ നോക്കി നിൽപ്പാം. അദ്ദേഹം ജാതകം നോക്കി വളരെ മികച്ചൊരു ജാതകമാണെന്ന് അഭിപ്രായപ്പെടുന്നതുകൾക്ക് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ജാതകവശാൽ കോടീശ്വരനായിരിക്കേണ്ട സമയമാണെന്ന് പണിക്കർ പറയുന്നതുകൾക്ക് കല്യാണം എപ്പോൾ നടക്കുമെന്ന് ഹരീഷ് ചോദിക്കുകയാണ്. ഇപ്പോഴും ഇയാളുടെ കല്യാണം നടന്നില്ലേ? ഈ സമയത്തിനകം കല്യാണം നടന്ന് ഒരു പെൺകുഞ്ഞും ജനിക്കേണ്ടതാണല്ലോ. ഇനിയും കല്യാണം കഴിഞ്ഞില്ലെന്ന് ജ്യോത്സ്യൻ ചോദിക്കേ. കഴിഞ്ഞില്ലെന്ന് സുധീഷും പറയുന്നുണ്ട്. കണ്ടാൽ അങ്ങനെ പറയില്ലല്ലോ, നിങ്ങളുടെ ചേട്ടനെ തനിച്ചു കൊണ്ടുപോയി ചോദിച്ചു നോക്കെന്ന് ജ്യോത്സ്യൻ പറയുന്നതുകൾക്ക് അച്ഛനും സംശയത്തോടെ സുഭാഷിനെ നോക്കുകയാണ്. അയ്യോ സ്വാമി, എന്റെ കല്യാണം ഉറപ്പായും കഴിഞ്ഞിട്ടില്ലെന്ന് സുഭാഷും പറയുന്നുണ്ട്. എല്ലാവരും ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നത് കാണാൻ സുഭാഷേട്ടനും പറയുന്നുണ്ട്, എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, എന്നെ വിശ്വസിക്കടാ എന്ന്. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പൂജയും വഴിപാടും നടത്തണം. അത് ചെയ്യാത്തതിനാലാണ് നല്ല കാര്യങ്ങളൊന്നും നടക്കാത്തത്. ഈ വീട്ടിലേക്ക് മഹാലക്ഷ്മിയെ പോലൊരു പെൺകുട്ടി വരും. ഉടനടി ഇയാളുടെ കല്യാണവും നടക്കും. ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും നല്ലൊരു ജാതകം ഞാൻ കണ്ടിട്ടേ. ഈ ജാതകക്കാരൻ താമസിക്കുന്നിടത്ത് സന്തോഷം നിറഞ്ഞിരിക്കും. ഇയാൾ ഉള്ളത് കൊണ്ടാണ് വീട് ഒത്തൊരുമയിൽ ഇരിക്കുന്നത്.
തങ്കം പോലുള്ള ആളാണെന്നാണ് ഈ ജാതകത്തിൽ പറയുന്നത് എന്നൊക്കെ സ്വാമി പറയുമ്പോഴേക്കും സ്വാമി ജാതകത്തിൽ ദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് സുഭാഷ് ചോദിക്കുക. അയാൾ വീണ്ടും ജാതകം നോക്കി, ദോഷമോ? അങ്ങനെയൊന്നുമില്ല, വളരെ മികച്ചൊരു ജാതകമായത്. ഒരു മാസത്തിനുള്ളിൽ ഉറപ്പായും കല്യാണം നടക്കും. പണമെല്ലാം കുമിഞ്ഞുകൂടും. വലിയ പണക്കാരനായി നല്ല രാശിയുള്ളൊരു ജാതകമായത്. നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പൂജയും വഴിപാടും നടത്തും എന്നാ ജ്യോത്സ്യൻ പറയുന്നത് കേൾക്കെ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. പിന്നീട് രണ്ടാമത്തെ ജ്യോത്സ്യനും ജാതകം നോക്കി ഫലം പറയുകയാണ്. ഈ ജാതകക്കാരന് അമ്മയുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യമില്ല. അത് കേൾക്കെ സുഭാഷും ടെൻഷനോടെ പറയുന്നുണ്ട്, അത് ശരിയാ, ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ എന്റെ അമ്മ മരിച്ചുപോയെന്ന്. ജ്യോത്സ്യനും പറയുന്നുണ്ട്, കറക്റ്റാണ് പറഞ്ഞത്, അമ്മ മരിച്ചു പോയിരിക്കുന്നു. വരാനിരിക്കുന്ന മഹാലക്ഷ്മി ഒരു അമ്മയെ പോലെ നിങ്ങളെ നോക്കും എന്ന് സ്വാമി പറയുന്നതുകൾക്ക് സന്തോഷത്തോടെ, സ്വാമി എപ്പോ സുഭാഷേട്ടന്റെ കല്യാണം നടക്കുമെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഉടനടി കല്യാണം നടക്കും. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ കുഞ്ഞും ജനിക്കും. ആദ്യത്തേത് ആൺകുട്ടിയായിരിക്കും, രണ്ടാമത്തേത് 2 പെൺകുഞ്ഞും എന്ന് ജ്യോത്സ്യൻ പറയുന്നതുകൾക്ക് സുധീഷും 2 പെൺകുഞ്ഞുങ്ങളെന്നാൽ ടിൻസ് ആണോ സ്വാമി എന്ന് ചോദിക്കുന്നു. അതെ, ടിൻസ് തന്നെ എന്ന് ജ്യോത്സ്യൻ പറയുന്നതുകൾക്ക് സുഭാഷേട്ടാ ഡബിൾ പ്രൊമോഷൻ ആണല്ലോ എന്ന് സുധീഷും കളിയാക്കുന്നുണ്ട്. ഇയാൾക്ക് പണം 4 വശത്തു നിന്നും കുമിഞ്ഞുകൂടും. ബംഗ്ലാവ് വരെ ഉണ്ടാക്കും. നാട്ടുകാരെല്ലാം അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന രീതിയിൽ 4-5 വീടുണ്ടാക്കും എന്ന് ജ്യോത്സ്യൻ പറയുന്നവർക്ക് അതെ അതെ, ഇതിനിടയിൽ തന്നെ 4-5 വീട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സുധീഷും പറയും. ഞാൻ പറഞ്ഞത് സത്യമായില്ലേ എന്ന് ജ്യോത്സ്യനും ചോദിക്കും. സ്വാമി ജാതകത്തിൽ ദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നിധി ചോദിക്കേ. ദോഷമോ? അങ്ങനെയൊരു ദോഷവും കാണുന്നില്ല. എന്താ ചോദിക്കാൻ കാര്യം? നേരത്തെ നോക്കിയ ജ്യോത്സ്യൻ ദോഷം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു എന്ന് ജ്യോത്സ്യൻ ചോദിക്കേ. അതെ സ്വാമി, ദോഷമുണ്ടെന്ന് പറഞ്ഞു എന്ന് സുധീഷ്. അതെല്ലാം പച്ചക്കള്ളമാ. ഈ ജാതകത്തിന് ഒരു ദോഷവും. നല്ലൊരു ജാതകമാണിത്. എന്നാലും നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം നടക്കണമെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പൂജയും വഴിപാടും നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ആ ജ്യോത്സ്യനും പറയുന്നുണ്ട്. മൂന്നാമത്തെ ജ്യോത്സ്യനും ജാതകം നോക്കുമ്പോൾ, സ്വാമി ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നിധി ചോദിക്കുക. ഒരു ദോഷം കാണുന്നുണ്ട് മോളെ എന്ന് ജ്യോത്സ്യൻ പറയുന്നത് കേൾക്കെ എല്ലാവരും പരിഭ്രമത്തോടെ പരസ്പരം നോക്കുക. പെൺദോഷമാണോ സ്വാമി എന്ന് സുഭാഷും പരിഭ്രമത്തോടെ ചോദിക്കുന്നു. അതൊന്നുമല്ല, സർപ്പദോഷം മാത്രമാണുള്ളത്. അതിനുവേണ്ട പരിഹാരം ചെയ്യണം. എപ്പോഴോ ഒരു പാമ്പിനെ തലയ്ക്കടിച്ചു കൊന്നിട്ടുണ്ട്. അത് നല്ലത് നടക്കുന്നതിന് തടസ്സമായി കാണും എന്ന് ജ്യോത്സ്യൻ പറയുമ്പോഴേക്കും സുഭാഷും അക്കാര്യം ഓർത്തെടുത്ത് പറയുന്നുണ്ട്. താൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീടിനകത്ത് ഒരു പാമ്പ് കയറിയതും താൻ അതിനെ അടിച്ചു കൊന്നതുമല്ല. അത് തന്നെയാണ് പ്രശ്നം. കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ചാൽ സർപ്പദോഷമെല്ലാം മാറും എന്ന് ആ ജ്യോത്സ്യനും പറയുന്നുണ്ട്. നാലാമത്തെ ജ്യോത്സ്യരോടും നിധി ചോദിക്കുന്നുണ്ട്, എപ്പോ കല്യാണം നടക്കുമെന്ന്. 1 വർഷത്തിനകം കല്യാണം നടക്കുമെന്നും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് വടക്കു ഭാഗത്തു നിന്നായിരിക്കുമെന്നും മഹാലക്ഷ്മി പോലെ ഒരു പെൺകുട്ടി ആയിരിക്കുമെന്നും ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കുമെന്നും ജ്യോത്സ്യൻ പറയുന്നതുകൾക്ക് വടക്കു നിന്നോ എന്ന് സുധീഷും സംശയത്തോടെ ഹരീഷിനോടായി ചോദിക്കുകയാണ്. ഇപ്പോഴുള്ളതുപോലെ കൂട്ടുകുടുംബമായി നിങ്ങളെല്ലാം ഭാര്യമാരും കുഞ്ഞുങ്ങളുമായി സന്തോഷമായി ജീവിക്കും എന്നൊക്കെ ജ്യോത്സ്യൻ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന സുഭാഷേട്ടനെ സുധീഷ് ഹരീഷിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലല്ലേ? അതാണ് ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എന്തു മറന്നാലും കുടുംബദേവതയെ മറക്കാൻ പാടില്ല. എല്ലാവരും ഒന്നിച്ചാദ്യം കുടുംബക്ഷേത്രത്തിൽ പോയി പൂജയും വഴിപാടും നടത്താം എന്ന് ആ ജ്യോത്സ്യനും നിർദ്ദേശിക്കുകയാ. അങ്ങനെ സുധീഷ് അവർക്കുള്ള ദക്ഷിണ കൊടുത്ത് പറഞ്ഞു വിടാൻ തുടങ്ങുകയാണ്. അവരും യാത്ര പറയാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് അച്ഛനോടായി, മിസ്റ്റർ ഭാസ്കരൻ നിങ്ങൾ ഇവരെ കൊണ്ടുവിടാമോ എന്ന് ചോദിക്കുക. അതേടാ, പിക്കപ്പ് ചെയ്യുന്നത് നിങ്ങള്, ഡ്രോപ്പ് ചെയ്യുന്നത് ഞാന്. നന്നായിരിക്കുന്നു നിങ്ങളുടെ ജ്യോത്സ്യം, എല്ലാം എന്റെ തലയിലെഴുത്ത് എന്ന് പിറുപിറുത്ത് ഭാസ്കരൻ അവരെ വിളിച്ച്, ആദ്യം നമുക്ക് കടയിലേക്ക് പോവാം, ഒരു ചായയൊക്കെ കുടിച്ച് പിരിയാമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നിധിയും സന്തോഷത്തോടെ സുധീഷിനോടായി പറയുക, സൂപ്പർ സുധീഷേ, സുഭാഷേട്ടന്റെ മുഖം കണ്ടില്ലേ, എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞ് തെളിച്ചു വന്നിരിക്കുന്നു. കൊടു കൈ എന്ന് പറഞ്ഞ് അവര് നേരെ ഷെയ്ക്കാൻഡിന് കൈനീട്ടുമ്പോഴേക്കും അവനും സന്തോഷത്തോടെ ചിരിയോടെ അവൾക്ക് ഷെയ്ക്കാൻഡ് നൽകുക. നികേഷും സുഭാഷേട്ടനോടായി ചോദിക്കുന്നുണ്ട്, സുഭാഷേട്ടാ ഇപ്പൊ സുഭാഷേട്ടന്റെ ഡൗട്ട് ക്ലിയർ ആയില്ലേ എന്ന്. അതേ എന്ന് ചിരിയോടെ സമ്മതിച്ച് സുഭാഷേട്ടനും ചോദിക്കുന്നുണ്ട്, സുധീഷേ ഇവരോരോരുത്തരും ഓരോ കാര്യങ്ങളാണല്ലോ പറഞ്ഞത് എന്ന് ചോദിക്കെ സുധീഷും പറയുന്നുണ്ട്, അതെ സുഭാഷേട്ടാ, ഒരാള് സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് ഞങ്ങളെല്ലാവരും ഒരു നിമിഷം സുഭാഷേട്ടനെ സംശയിച്ചു. പിന്നൊരാളെ സുഭാഷേട്ടനെ 3 കുഞ്ഞുങ്ങളുണ്ടാവും, അതിൽ ടിൻസും ഉണ്ടാവുമെന്ന് പറഞ്ഞു. വേറൊരാൾ എന്തോ ദോഷം പറഞ്ഞല്ലോ, ആ സർപ്പദോഷം. അതിലൊരാൾ പോലും സുഭാഷേട്ടനെ പെൺദോഷമുണ്ടെന്ന് പറഞ്ഞില്ലെന്നത് സുഭാഷേട്ടൻ ശ്രദ്ധിച്ചോ? ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് എന്ന് സുധീഷ് ചോദിക്കെ സുഭാഷും പറയുന്നുണ്ട്, അതേടെ സുധീഷേ, ഞാനാണ് ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയതെന്ന് നിധിയും പറയുന്നുണ്ട്. കുടുംബക്ഷേത്രത്തിൽ പോയി പൂജയും പരിഹാരവും നടത്തിയാലേ എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോവുകയുള്ളൂ എന്ന് വന്ന ജ്യോത്സ്യരെല്ലാരും പറഞ്ഞില്ല, അതാരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് നിധി ചോദിക്കെ. അതേ മോളെ, വന്ന 4 പേരും അക്കാര്യം ഒരുപോലെ പറഞ്ഞു എന്ന് സുഭാഷേട്ടനും പറയുന്നുണ്ട്. ശരി, ഇപ്പൊ എന്ത് വേണം?
കുടുംബക്ഷേത്രത്തിൽ പോണം. അത്രയല്ലേ ഉള്ളൂ, പോയേക്കാം എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിധിയും സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാ. പിന്നീട് സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോവാൻ ഒരുങ്ങുകയാ. അവിനാശിനെ മൊബൈലിൽ വിളിച്ച് ജോലിക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകി താൻ ഉടനെ എത്തുമെന്നും ഇറങ്ങുകയാണെന്നും പറഞ്ഞ് സുഭാഷ് കോൾ വെക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടന്റെ മുഖത്തെ സന്തോഷം കണ്ടോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതേടാ, ഇപ്പോഴും എനിക്കൊന്ന് സമാധാനമായത്. വന്ന 4 പേരും ഒരു ജാതകം നോക്കി പല കാര്യങ്ങൾ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കാൻ ഇപ്പൊ മനസ്സിലായില്ലേ? എന്നിട്ട് അതും വിശ്വസിച്ച വീട് വിട്ടിറങ്ങിപ്പോയത് ഞങ്ങളെല്ലാരെയും ടെൻഷനാക്കിയതെന്ന് നികേഷ് കുറ്റപ്പെടുത്തുക. തിരിച്ചു വരാൻ തോന്നിയത് നന്നായെന്ന് സുഭാഷും പറയുന്നുണ്ട്. നിധിയും പറയുന്നുണ്ട് എല്ലാം ഓക്കെയാണ്. പക്ഷേ 4 പേരും പറഞ്ഞ ഒരേ ഒരു കാര്യം കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തണമെന്ന. അതാരും മറക്കരുതെന്ന് നിധി ഓർമ്മിപ്പിക്കേ. അതല്ലേ കുടുംബക്ഷേത്രത്തിൽ പോവാമെന്ന് നമ്മൾ തീരുമാനമെടുത്തത്. പെട്ടെന്ന് പോയേക്കാമെന്ന് സുധീഷും പറയുകയാ. ശരി, നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണ് എന്ന് നിധി ചോദിക്കുന്നവൾക്ക് കുടുംബക്ഷേത്രമോ എന്ന് ചോദിച്ച് സുധീഷ് ഹരീഷിനോടായി എവിടെയാ എന്ന് രഹസ്യമായി ചോദിക്കുന്നുണ്ട്. അറിയില്ലെന്ന് പറഞ്ഞ് ഹരീഷ് നികേഷിനോടായി എവിടെയാണെന്ന് ചോദിക്കേ അവനും അറിയില്ലെന്ന് കൈമലർത്തുകയാ. ഓരോരുത്തരും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. കുടുംബക്ഷേത്രം എവിടെയാ എന്ന് നിധി വീണ്ടും ചോദിക്കേ എനിക്കറിയില്ലെന്ന് സുഭാഷും പറയുന്നുണ്ട്.